നമ്മുടെ മയനൈസ് കണ്ടോ കറക്റ്റ് കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഈസി ആയിട്ടാണ് മയനൈസ് ഉണ്ടാക്കണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. മുമ്പൊക്കെ ഇതെന്തോ വലിയ സംഭവമായിട്ടാണ് ഞാനും കണ്ടിരുന്നത്. ഹായ്, ഞാൻ സജികുമാർ. വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഐറ്റമാണ്. അതായത് മയോനൈസ് ഉണ്ടാക്കാൻ പോകുന്നത് എഗ് മയോനൈസ്. മയോനൈസ് പല ടൈപ്പിൽ കിട്ടും. എഗ് മയോനൈസ് ഉണ്ട്, എഗ്ലെസ് മയോനൈസ് ഉണ്ട്. നമ്മളെന്തായാലും മുട്ട ഉപയോഗിച്ചിട്ട് മയോനൈസ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ ഈ മയോനൈസ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ കാരണം ഞങ്ങളിന്ന് KFC ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ട്. KFC ചിക്കൻ്റെ കൂടെ മയോനൈസ് ഉണ്ടാക്കുമ്പോൾ ഞാൻ ഓർത്തു ഇതിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചിട്ടില്ലല്ലോ. വളരെ സിമ്പിളാണെങ്കിലും നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. ആക്ച്വലി ഞാനിന്ന് KFC ചിക്കൻ ഉണ്ടാക്കിയതിൻ്റെ ഒരു ഗസ്റ്റ് ഉണ്ട്. സോ ഗസ്റ്റിന് വേണ്ടിയാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് ഗസ്റ്റിന് നമുക്ക് ഡൈനിങ് ടേബിളിൽ അവരുടെ ഒപ്പം കാണാം. അതിന് മുമ്പ് നമുക്ക് മയനൈസിലേക്ക് കിടക്കാം. മയനൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാധാരണ എന്താ പറയുക, KFC ചിക്കൻ്റെ ബെസ്റ്റ് കോമ്പിനേഷനാണ് മയനൈസ്. നമുക്കറിയാം. ഈവൻ ചപ്പാത്തിയുടെ കൂടെ മക്കൾ കഴിക്കാറുണ്ട്, ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും കൂടെ കഴിക്കാറുണ്ട്. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ഈ മയനൈസ് എന്ന് പറഞ്ഞ സാധനം. പിന്നെ അറബിക് ചിക്കൻ ഡിഷസിൻ്റെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് മയനൈസ്. പക്ഷേ മയനൈസ് കാണുമ്പോൾ നമുക്കറിയില്ല എത്രയും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നു. വളരെ ഈസിയാണ്. നോക്കാം എങ്ങനെ ഉണ്ടാക്കണമെന്ന്. ഞാൻ 2 മുട്ടയ്ക്കാണ് മയനൈസ് ഉണ്ടാക്കാൻ പോകുന്നത്. കണ്ടല്ലോ, ഇനി വളരെ കുറച്ച് ഐറ്റംസാണ്. 2 ചെറിയ അല്ലി വെളുത്തുള്ളി വളരെ കുറച്ച് മതി കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ എക്സ്ട്രാ സ്മെല്ല് വരും. ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ വിനാഗിരി. ഇത്ര മാത്രമേ ഉള്ളൂ മയനൈസ് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ. ആദ്യം ഞാൻ ഈ മുട്ടയെ മിക്സിയിലേക്ക് ഒഴുക്കുകയാണ്. ഞാൻ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിരിക്കുന്നത് കേട്ടോ. സോ മുട്ട ഞാൻ 2 എടുത്തിട്ടുണ്ട്. ബട്ട് ഒരു മുട്ട നമ്മൾ ഫുള്ളായിട്ട് ഒഴിക്കും. ഇനി ഒരു മുട്ടയുടെ മഞ്ഞ എടുത്തിട്ട് വെള്ളം മാത്രം ഒഴിക്കുക കേട്ടോ. നിങ്ങൾക്ക് മഞ്ഞ ഇഷ്ടമില്ലെങ്കിൽ വെറും വെള്ളം വെച്ചിട്ടും മയനൈസ് ഉണ്ടാക്കാം കേട്ടോ. സോ മുട്ട ഒഴിച്ചതിന് ശേഷം നമ്മളിതിലേക്ക് ഞാൻ പറഞ്ഞു 2 ചെറിയ പീസ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇടുക. എന്നിട്ട് ഇതൊന്ന് ആദ്യം അടിച്ചെടുക്കുക ചെറുതായിട്ട്. ഇത് ശരിക്കും ഈ മിക്സിയിൽ 1, 2, 3 അങ്ങനെ സ്പീഡുണ്ട്. ഇത് ശരിക്കും വിപ്പ് എന്നൊരു സ്പീഡുണ്ട് കേട്ടോ. ബാക്കാണ്, റിവേഴ്സാണ്. നമ്മൾ ചമ്മന്തിയൊക്കെ അരയ്ക്കാൻ ഉപയോഗിക്കുന്നതാണ്. ആ വിപ്പിൽ വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഒന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. വെളുത്തുള്ളി നന്നായിട്ട് ചേർന്നിട്ടുണ്ട്. ഈ സമയം ഞാനൊരു 1/4 ടീസ്പൂൺ പഞ്ചസാര, ഒരു 1/4 ടീസ്പൂൺ തന്നെ ഉപ്പ് ഇടുന്നു. 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ വിപ്പ് ചെയ്യാൻ നേരത്തെ പറഞ്ഞ പോലെ. ഇനിയാണ് നമ്മളിതിൻ്റെ മെയിൻ ഭാഗത്തേക്ക് കിടക്കുന്നത്. നമ്മളിതിലേക്ക് ഒഴിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഒരിക്കലും മയനൈസ് ഉണ്ടാക്കുന്ന സമയത്ത് കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാതിരിക്കുക. അതിൽ റിഫൈൻഡ് ഓയിൽ തന്നെ ഉപയോഗിക്കണം. പ്രത്യേകിച്ച് സ്മെല്ലൊന്നും ഇല്ലാത്ത ഓയിൽ. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഇതിന് ഏകദേശം 1 കപ്പ് തന്നെ വേണം. ഞാൻ 1 കപ്പ് അളന്ന് വെച്ചിട്ടില്ല. നമുക്ക് ചെയ്യേണ്ടത് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ആദ്യം കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നിങ്ങളിപ്പോൾ കപ്പ് വെച്ച് അളക്കേണ്ട ആവശ്യമില്ല, ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. വീണ്ടും ഇനി നമുക്ക് ഫസ്റ്റ് സ്പീഡിലിട്ട് അടിക്കാം കേട്ടോ. ഒരിക്കലും എണ്ണ ഒരുമിച്ച് ഒഴിക്കരുത്. ഇപ്പം നമുക്ക് ചെറുതായിട്ടൊന്ന് തിക്കായി വരുന്നുണ്ട് കണ്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള തിക്നെസ് കിട്ടുന്നവരെ നമ്മൾ ഈ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മുടെ മയനൈസ് നോക്കൂ, അത്യാവശ്യം നല്ല തിക്നെസ്സിൽ വന്നിട്ടുണ്ട്. എനിക്ക് കാണാൻ കുറച്ചും കൂടെ ഒന്ന് ഞാൻ തിക്കാക്കാൻ പോകട്ടോ. ചിലർ ഈ തിക്നെസ്സിൽ തന്നെ ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾക്ക് ഏത് തിക്നെസ് നിങ്ങൾക്ക് മതി എന്നുള്ളപ്പോൾ സ്റ്റോപ്പ് ചെയ്യുക. ഞാൻ അല്പം കൂടെ തിക്കാക്കുക. നമ്മുടെ മയനൈസ് കണ്ടോ കറക്റ്റ് കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 1 കപ്പോളം സൺഫ്ലവർ ഓയിൽ ഞാൻ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്രയും ഈസി ആയിട്ടാണ് മയനൈസ് ഉണ്ടാക്കണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. മുമ്പൊക്കെ ഇതെന്തോ വലിയ സംഭവമായിട്ടാണ് ഞാനും കണ്ടിരുന്നത്. സോ വളരെ ഈസി ആയിട്ട് മിനിറ്റുകൾ കൊണ്ട് നമ്മൾ മയനൈസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളിന്ന് KFC സ്റ്റൈൽ ചിക്കൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ ആ ചിക്കൻ്റെ കൂടെ കഴിക്കാൻ നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ചിക്കനും ചേർത്ത് നമുക്ക് ഡൈനിങ് ടേബിളിൽ കാണാം. പക്ഷെ ഞാൻ ചിക്കൻ്റെ റെസിപ്പി നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മുമ്പ് ഒരു കഴിഞ്ഞൊരു ക്രിസ്മസ് സെലിബ്രേഷൻ ഞങ്ങൾ ഫാമിലിയായിട്ട് വളരെ ഈസി ആയിട്ട് KFC ചിക്കൻ ഉണ്ടാക്കാനുള്ളൊരു മാർഗ്ഗം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അതും എല്ലാവരും കാണുക. സോ എല്ലാം കൂടി ചേർത്ത് നമുക്ക് ഡൈനിങ് ടേബിളിൽ കാണാം. നമ്മുടെ മയനൈസ്
വളരെ ഭംഗിയായിട്ട് ഉണ്ടാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. പ്ലസ് ഞാൻ പറഞ്ഞു ഞങ്ങളിന്ന് KFC ചിക്കൻ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ കഴിക്കാൻ പോകണമെന്ന്. കണ്ടല്ലോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സ്പെഷ്യൽ ഗസ്റ്റ് അല്ല, ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്, ചേച്ചിയുടെ മോനാണ് കേട്ടോ, നെഫ്യൂ ആണ്, വൈഫാണ്. അപ്പോൾ ഇവർ മൂന്നാറിൽ നിന്ന് വന്നതാണ്. മുമ്പൊരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ പനീർ ബട്ടർ മസാല ടേസ്റ്റ് ചെയ്യുന്നൊരു വീഡിയോ നേരത്തെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ആ പനീർ ബട്ടർ മസാലയുടെയും പിന്നെ ഈ KFC ചിക്കൻ്റെ റെസിപ്പി ഞാൻ രണ്ടും കൂടി ചേർത്തിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇവർക്ക് ഓരോ കഷ്ണം ചിക്കനും കൊടുത്തിട്ട് നമ്മുടെ മയനൈസ് ഒന്ന് ടേസ്റ്റ് ചെയ്യുക കേട്ടോ. ചിക്കൻ്റെ ടേസ്റ്റിംഗ് ഒക്കെ വളരെ മുമ്പ് ഞാൻ ആഡംബരമായിട്ട് കാണിച്ചതാണ് കേട്ടോ. നല്ല കഴിച്ചു നോക്കൂ എൻ്റെ മയനൈസ് എങ്ങനെയുണ്ടെന്ന്. താങ്ക് യു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, വളരെ ഈസിയാണ്. സോ എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.